ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ എക്സാമിൻ്റെ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന ടോപ്പിക്കാണ്. ഇതൊരു വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നോക്കാം. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന ടോപ്പിക്കിൽ നിന്നും PSC, SSC, UPSC തുടങ്ങിയ കോമ്പറ്റേറ്റീവ് എക്സാംസിന് എല്ലാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ വർക്കൗട്ട് ചെയ്യും. പക്ഷേ അതിനു മുമ്പ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണെന്ന് നമുക്ക് ഒരു നല്ല ഐഡിയ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ആ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത്. സോ എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് നമുക്ക് ആദ്യം നോക്കാം. Simple harmonic motion is a special kind of oscillation or back and forth motion around an equilibrium position. അതായത് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം ഓസിലേഷൻ ആണ്, അഥവാ ദോലനം. അത് എങ്ങനെയുള്ള ഓസിലേഷനാണ്? ഒന്നീ ബാക്ക് ആൻഡ് ഫോർത്ത് എന്ന് വെച്ചാൽ പിന്നോട്ടും മുന്നോട്ടും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ സ്വിങ്ങിൻ്റെ മോഷൻ, പെൻഡുലത്തിൻ്റെ മോഷൻ, ഇതൊക്കെ നമുക്ക് എന്തെന്ന് പറയാം? സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയാം. ആ മോഷൻ്റെ പ്രത്യേകത എന്താണ്? അതൊരു ഇക്വിലിബ്രിയം പോയിന്റിനെ ബേസ് ചെയ്തായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അതായത് മിഡിൽ ഒരു ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഒരു മീൻ പൊസിഷൻ ഉണ്ട്. ആ മീൻ പൊസിഷൻ്റെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ആയിരിക്കും അതിൻ്റെ ഓസിലേഷൻസ്. അപ്പോൾ ഇൻ SHM the restoring force is directly proportional to how far it is displaced from the middle and always point towards the middle. Mathematically it can be represented as F is equal to minus KX. അപ്പോൾ ഇവിടെ എന്താ പറയുന്നേ? ഈ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഒരു ഫോഴ്സ് ഉണ്ട്. എന്ത് ഫോഴ്സാണ്? റീസ്റ്റോറിങ് ഫോഴ്സ്. എന്താണ് ഈ റീസ്റ്റോറിങ് ഫോഴ്സ്? റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളൊരു സിമ്പിൾ പെൻഡുലം മനസ്സിൽ സങ്കല്പിച്ചേ. ആ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ബോബ് നമ്മൾ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോയിട്ടങ്ങ് നമ്മുടെ കൈ അങ്ങ് വിട്ടാൽ അതെന്ത് ചെയ്യും? അത് ഓസിലേറ്റ് ചെയ്ത് തുടങ്ങും അല്ലേ? അപ്പോൾ നമ്മൾ ആ മുകളിലോട്ട് വലിച്ച് വെച്ചിരിക്കുമ്പോൾ അത്രയും ഡിസ്പ്ലേസ്മെൻറ്റ് അതിന് സംഭവിച്ചു അല്ലേ? മീൻ പൊസിഷനിൽ നിന്ന് എക്സ്ട്രീം പൊസിഷൻ വരെ അതിന് ഡിസ്പ്ലേസ്മെൻറ്റ്. എക്സ്ട്രീം പൊസിഷൻ മീൻ നമ്മൾ വലിക്കാൻ പറ്റുന്നതിൻ്റെ അത്രയും നമ്മളങ്ങ് വലിച്ചു വെച്ചെന്ന് വെച്ചു. അപ്പോൾ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് എവിടെയായിരിക്കും? അതിൻ്റെ എക്സ്ട്രീം പോയിൻറ്റിന്. അപ്പോൾ നമ്മൾ കൈ വിട്ടാൽ ഇത് എങ്ങോട്ട് പോവും? തിരിച്ച് ബാക്കിലോട്ടല്ലേ പോവുക? എവിടെയാണോ നിന്നത് അങ്ങോട്ടല്ലേ പോവുക? അപ്പോൾ അങ്ങോട്ട് തിരിച്ച് പുള്ളി ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങോട്ടാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്തുണ്ട്? തിരിച്ചൊരു ഫോഴ്സ് അതിനെ ഇങ്ങോട്ട് പുള്ള് ചെയ്യുന്നുണ്ട്. അതാണ് റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഡിസ്പ്ലേസ്മെൻറ്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് എത്രത്തോളം ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം എന്തുണ്ട്? റീസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ട്. ഇത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. പക്ഷേ എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ടാണ് ഈ ഇക്വേഷനിൽ എന്ത് വന്നത്? മൈനസ് സൈൻ വന്നത്. ഓർ നെഗറ്റീവ് സൈൻ വരാൻ കാരണം എന്താണ്? ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ F ഈസ് ഈക്വൽ ടു മൈനസ് KX, അതായത് റീസ്റ്റോറിങ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇവിടെ എന്തിനാ കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതെന്നൊക്കെ അറിയാമല്ലോ. എന്താണ്? പ്രപ്പോർഷണൽ സൈൻ മാറ്റി ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത്. ഇനി അടുത്ത ഒരു സെൻറ്റൻസ് നോക്കിക്കേ. ബിക്കോസ് ഓഫ് ദാറ്റ് ദ ആക്സിലറേഷൻ ഈസ് ഓൾസോ പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ടുവേർഡ്സ് ദ സെൻറ്റർ. അതായത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആക്സിലറേഷൻ അഥവാ ത്വരണമെന്ന് പറയുന്നതും എങ്ങനെയായിരിക്കും? ഡിസ്പ്ലേസ്മെൻറ്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഡിസ്പ്ലേസ്മെൻറ്റ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം എന്തുകൊണ്ട്? ആക്സിലറേഷനും ഉണ്ട്. പക്ഷേ എന്താണ് ഇവിടെ? ആക്സിലറേഷൻ്റെ ഡയറക്ഷനും എങ്ങോട്ടാണ്? സെൻറ്ററിലോട്ടാണ് ആക്സിലറേഷൻ്റെ ഡയറക്ഷനും. അതായത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്സിലറേഷൻ. അതുകൊണ്ടാണ് ഇവിടെ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. A ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. ഇവിടെയും എന്തുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ വന്നത് ഇക്വേഷന്? കാരണം ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്സിലറേഷൻ ആക്ട് ചെയ്യുന്നത്. മാത്രമല്ല, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ആക്സിലറേഷൻ നെഗറ്റീവ് ആയിരിക്കും. ആക്സിലറേഷൻ പോസിറ്റീവ് ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് നെഗറ്റീവ് ആയിരിക്കും. ഇങ്ങനെ ഓപ്പോസിറ്റ് സൈനിലേ രണ്ടുപേരും വരും. കാരണം ഡയറക്ഷൻ രണ്ടുപേരതും ഓപ്പോസിറ്റ് ആയത് കാരണമാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇത് കൂടുതൽ മനസ്സിലാക്കാൻ നമുക്കൊരു പിക്ചർ നോക്കാം.
അപ്പോൾ എല്ലാവരും ഈ പിക്ചർ ഒന്ന് ശ്രദ്ധിച്ച് ഇതിലെന്താ കാണുന്നത്? ഒരു റിജിഡ് സപ്പോർട്ടിൽ നിന്ന് ഒരു ത്രെഡിൽ ഒരു മെറ്റൽ ബോൾ കെട്ടി തൂക്കിയിട്ടേക്കുവാണ് അല്ലേ, അല്ലെങ്കിൽ ഒരു ബോബ്, ഒരു സിമ്പിൾ പെൻഡുലം മോഡൽ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ഇത് റെസ്റ്റിലായിരിക്കുമ്പോൾ എവിടെയായിരിക്കും ഈ ബോബിൻ്റെ പൊസിഷൻ? അത് എ ആണ്. ആ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന എ ആണ് മീൻ പൊസിഷൻ ഓർ സെൻറ്റർ പൊസിഷൻ ഓർ ഇക്വിലിബ്രിയം പൊസിഷൻ എന്നൊക്കെ നമുക്ക് പറയാം. ഈ മീൻ പൊസിഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷനെ ആധാരമാക്കിയാണ് ഇത് എങ്ങോട്ട് മൂവ് ചെയ്യുന്നത്, ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഇത് ഓസിലേറ്റ് ചെയ്യുന്നത് അല്ലേ. എപ്പോഴും ഈ സെൻറ്ററിലോട്ട് വരാനുള്ള ടെൻഡൻസിയാണ് ഈ ബോബിനുള്ളത്. അപ്പോൾ ബാക്കി 2 പോയിൻ്റ് സിയും ബിയും ഇതിൻ്റെ എന്ത് പോയിൻറ്റ്സ് ആണെന്ന് പറയാം? എക്സ്ട്രീം പൊസിഷൻ ഓർ എക്സ്ട്രീം പോയിൻറ്റ്സ് എന്ന് നമുക്ക് പറയാം. അതായത് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് എത്രത്തോളം ഈ സെൻറ്ററിൽ നിന്ന് എത്രത്തോളം അങ്ങ് പോകുന്നോ അതാണ് അതിൻ്റെ എക്സ്ട്രീം പൊസിഷൻ എന്ന് പറയുന്നത്. അതായത് എക്സ്ട്രീം പൊസിഷനിലായിരിക്കും ഈ ബോബിന് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഈ എക്സ്ട്രീം പൊസിഷനിൽ നിൽക്കുന്ന ഈ ബോബിനെ തിരിച്ച് ഈ മീൻ പൊസിഷനിലോട്ട് വലിക്കുന്ന ഒരു ഫോഴ്സാണ് റീസ്റ്റോറിങ് ഫോഴ്സ്. ഇതാണ് ഇതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തൊരു പിക്ചർ നോക്കാം. അപ്പോൾ എല്ലാവരും ഈ പിക്ചർ ഒന്ന് ശ്രദ്ധിച്ചേ. ഇതിലെല്ലാം നല്ല ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് പറഞ്ഞുതരാം. ഇതിൽ ഈ സെൻറ്ററിൽ കാണുന്ന ഡോട്ടഡ് ലൈൻസ് ഇല്ലേ, ആ നീണ്ട ലൈൻ, ഡോട്ടഡ് ലൈൻസ്, അതാണ് നമ്മുടെ ബോബ് അല്ലെങ്കിൽ മാസിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ അഥവാ മീൻ പൊസിഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഈ മീൻ പൊസിഷൻ്റെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും അല്ലെങ്കിൽ ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും ഒക്കെയാണ് ഇത് ഓസിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പിക്ചറിൽ നമ്മുടെ ബോബ് അല്ലെങ്കിൽ മാസ് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? മീൻ പൊസിഷനിലാണോ നിൽക്കുന്നത്? മീൻ പൊസിഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷനിലാണോ നിൽക്കുന്നത്? അല്ല, അതിപ്പോൾ എങ്ങോട്ടാണ് നിൽക്കുന്നത്? എക്സ്ട്രീം പൊസിഷനിലാണ് നിൽക്കുന്നത് അല്ലേ. ആ റെഡ് കളറിൽ കാണുന്നതാണ് മാസ്. അപ്പോൾ എക്സ്ട്രീം പൊസിഷനിൽ നിൽക്കുന്ന ആ റെഡ് കളർ മാസിൽ നിന്നും ഒരു ബ്ലൂ ലൈൻ കണ്ടോ സെൻറ്ററിലോട്ട് പോയേക്കുന്നത്? ആ ബ്ലൂ ലൈൻ്റെ ഡയറക്ഷനും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേ. എങ്ങോട്ടാ? സെൻറ്ററിലോട്ടല്ലേ ആരോ, അതായത് ഇക്വിലിബ്രിയം പൊസിഷനിലോട്ടല്ലേ അതിൻ്റെ ആരോ. അതാണ് നമ്മുടെ റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതിന് താഴെ കാണിച്ചിരിക്കുന്ന എ ആണ് നമ്മുടെ ആക്സിലറേഷൻ. അപ്പോൾ ആക്സിലറേഷനും റീസ്റ്റോറിങ് ഫോഴ്സും ഒരേ ഡയറക്ഷനിലാണ്. താഴെ നോക്കിക്കേ, താഴെ നമ്മുടെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഒരു ആരോ കണ്ടോ എക്സ്ട്രീം പൊസിഷനിലോട്ട് കൊടുത്തേക്കുന്നത്? ആ ആരോയുടെ മുകളിൽ എന്താ അടയാളപ്പെടുത്തിയിരിക്കുന്നത്? എക്സ് എന്നിട്ടിട്ടുണ്ട്. അതെന്താ കാണിക്കുന്നത്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. നമ്മുടെ ബോബ് അല്ലെങ്കിൽ മാസിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ആ എക്സ് എന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പിക്ചറിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം? ആക്സിലറേഷനും റീസ്റ്റോറിങ് ഫോഴ്സും ഒരേ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്, അതായത് ടുവേർഡ്സ് ദ സെൻറ്റർ ഓർ മീൻ പൊസിഷൻ. അതേസമയം ഡിസ്പ്ലേസ്മെൻ്റ് എന്താണ്? ഇവർ രണ്ടുപേരുടെയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ആക്ട് ചെയ്യുന്നത്. അതായത് മാഗ്നിറ്റ്യൂഡ് അഥവാ അളവൊക്കെ എല്ലാവരുടേതും സെയിമാണ്, പക്ഷേ എന്താ? ഡയറക്ഷൻ വ്യത്യാസമാണ്. അതുകൊണ്ടാണ് ഇക്വേഷൻസിൽ എന്ത് വരുന്നത്? നെഗറ്റീവ് സൈൻ വരുന്നത്. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം കേട്ടോ. ഇനി നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ മോഷൻ എന്ന് പറയുന്നത് പീരിയോഡിക് ആണ്. ദ മോഷൻ ഈസ് പീരിയോഡിക്. ദാറ്റ് മീൻസ് ദ ഒബ്ജക്റ്റ് റിപ്പീറ്റ്സ് ഇറ്റ്സ് മോഷൻ ഇൻ എ ഫിക്സഡ് ടൈം കോൾഡ് ദ പീരീഡ് ടി. അതായത് പീരീഡ് ടി എന്ന് പറയുന്ന ഒരു ഫിക്സഡ് ടൈമിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന തരം മോഷനാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇറ്റ് ഹാസ് ഫ്രീക്വൻസി എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/t. അതായത് ആ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്തുണ്ട്? ഒരു ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് 1/t. അതുപോലെ ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 2πf. ഇനി പറയുന്ന മറ്റൊരു കാര്യം നോക്കിക്കേ. ദ എനർജി ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ കീപ്സ് കൺവേർട്ടിംഗ് ബിറ്റ്വീൻ കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ബട്ട് ടോട്ടൽ എനർജി റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഇൻ ആബ്സെൻസ് ഓഫ് ഡാമ്പിംഗ്. ഡാമ്പിംഗ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ പഠിക്കാം. ആദ്യം സിമ്പിൾ ഹാർമോണിക് മോഷൻ ഫുള്ള് കവർ ചെയ്യട്ടെ. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത് നോക്കിക്കേ. ഈ നമ്മുടെ സിമ്പിൾ ഹാർമോണിക് മോഷനിലെ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയായിട്ട് തമ്മിൽ മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ ടോട്ടൽ എനർജി ഒരു ഡാമ്പിങ് എന്ന് വെച്ചാൽ നമ്മൾ വെളിയിൽ നിന്ന് ഒരു എക്സ്ട്രാ ഫോഴ്സൊക്കെ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വെളിയിൽ നിന്ന് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ അതെന്താണ്? ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ്
ഇവിടെ പറയുന്നത്. നമുക്കിവിടെ പെൻഡുലം കളഞ്ഞിട്ട് നമുക്കൊരു ഊഞ്ഞാലിൻ്റെ കാര്യം എടുക്കാം. അതാകുമ്പോൾ മനസ്സിൽ നിൽക്കും. നമ്മളെല്ലാവരും ഊഞ്ഞാലാടിയിട്ടുള്ളതല്ലേ. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഒരു ഉദാഹരണമാണ് സ്വിങ്ങിൻ്റെ മോഷനും അഥവാ ഊഞ്ഞാലിൻ്റെ മോഷനും. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കിക്കേടെ, നമ്മൾ ഊഞ്ഞാലാടുമ്പോൾ നമ്മളെ നല്ല ശക്തിക്ക് ബാക്കിലോട്ട് വലിച്ചിട്ട് അങ്ങ് വിടുവാണെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ഊഞ്ഞാൽ താനെ ആടും അല്ലേ. അപ്പോൾ താനെ ആടുമ്പോൾ എന്താണ്, ഈ ഒരു എക്സ്ട്രീം അറ്റത്ത് മുകളിൽ പോയി അവിടെ എത്തിയിട്ട് പെട്ടെന്ന് ഊഞ്ഞാൽ നിൽക്കുന്നതായിട്ടല്ലേ നമുക്ക് തോന്നുന്നേ. അതായത് ഊഞ്ഞാലങ്ങ് മുകളിൽ പോയി നിന്നിട്ട് അതെങ്ങോട്ട് വരും, റീസ്റ്റോറിങ് ഫോഴ്സ് കാരണം വീണ്ടും പുറകിലോട്ട് വരും അല്ലേ. അപ്പോൾ ആ എക്സ്ട്രീം പോയിന്റിൽ പോയി നിൽക്കൂലേ, അവിടെ നിൽക്കുന്ന സമയത്ത് എന്തായിരിക്കും അവിടെ, ഏത് എനർജി ആയിരിക്കും അവിടെ കൂടുതൽ? പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും കൂടുതൽ. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കണം, എക്സ്ട്രീം പൊസിഷനിൽ എന്തായിരിക്കും കൂടുതൽ? പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും കൂടുതൽ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ആ എക്സ്ട്രീം പൊസിഷനിൽ നിന്ന് ഊഞ്ഞാൽ ബാക്കിലോട്ട് വന്ന് നമ്മുടെ എവിടെ എത്തും? മെയിൻ പൊസിഷനിൽ എത്തുമ്പോഴായിരിക്കും മാക്സിമം സ്പീഡ്. അപ്പോൾ അവിടെയാണ് മെയിൻ പൊസിഷനിലാണ് എന്ത് കൂടുതൽ? കൈനറ്റിക് എനർജി കൂടുതൽ. ഇതൊന്ന് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ ഈ മോഷൻ ഇങ്ങനെ എന്താണ്, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി അടുത്തത് നോക്കിക്കേ, ദ ആംപ്ലിറ്റ്യൂഡ് എ ഈസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ഇക്വിലിബ്രിയം. അതായത് നമ്മുടെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നതാണ് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതായത് മാക്സിമം ദൂരം, ഏറ്റവും കൂടുതൽ ദൂരം, അതാണ് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. ഇനി അടുത്ത സെൻറ്റൻസ്, വെലോസിറ്റി ഈസ് മാക്സിമം അറ്റ് ദ സെൻറ്റർ വെയർ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 0 ആൻഡ് 0 അറ്റ് ദ എക്സ്ട്രീം. അതായത് വെലോസിറ്റി എന്ന് പറയുന്നത് സെൻറ്ററിൽ മെയിൻ പൊസിഷനിൽ എത്രയായിരിക്കും? മെയിൻ പൊസിഷനിലായിരിക്കും വെലോസിറ്റി മാക്സിമം. അവിടെ എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെൻറ്റ് 0. അതുപോലെ എക്സ്ട്രീം പൊസിഷനിൽ വെലോസിറ്റി 0യും ഡിസ്പ്ലേസ്മെൻറ്റ് മാക്സിമവും ആയിരിക്കും. ഡിസ്പ്ലേസ്മെൻറ്റ് +or - എന്ന് കൊടുത്തേക്കുന്നത്. അതെന്താണ് ഈ +or - നമ്മുടെ ഇക്വിലിബ്രിയം പൊസിഷൻ്റെ റൈറ്റിലോട്ടാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻ്റ് എങ്കിൽ അവിടെ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കും, ലെഫ്റ്റിലോട്ടാണെങ്കിൽ അത് നെഗറ്റീവായിട്ട് എടുക്കും. മനസ്സിലായല്ലോ? അടുത്ത സെൻറ്റൻസ് നോക്കിക്കേ, ആക്സിലറേഷൻ ഈസ് മാക്സിമം അറ്റ് ദ എക്സ്ട്രീം സിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് മാക്സിമം ആൻഡ് 0 അറ്റ് ദ സെൻറ്റർ. ഇനി ആക്സിലറേഷൻ്റെ കാര്യമാണ് പറയുന്നത്. ആക്സിലറേഷനും എവിടെയായിരിക്കും മാക്സിമം? അങ്ങ് എക്സ്ട്രീം പൊസിഷനിലായിരിക്കും നമ്മുടെ ആക്സിലറേഷനും മാക്സിമം. പക്ഷേ സെൻറ്ററിൽ ആക്സിലറേഷൻ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, എന്താണ്? ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെൻറ്റും ആക്ട് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം, എക്സ്ട്രീം പൊസിഷനിലാണ് രണ്ടുപേർക്കും മാക്സിമം വാല്യൂ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോണത് സിമ്പിൾ ഹാർമോണിക് മോഷനിലെ ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻസ് ആണ്. ഈ ഇക്വേഷൻസ് എല്ലാം അറിയാമെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഇക്വേഷൻസ് പഠിക്കാതെ നിവർത്തിയില്ല. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷനാണ് x = a sin ωt + 5 ഓർ x = a cos ωt + 5. ഇത് രണ്ടും എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷനാണ്. ഇവിടെ x എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ്, a എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ്, ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ ഫ്രീക്വൻസി, t എന്ന് പറയുന്നത് നമ്മുടെ പീരീഡ്, അതുപോലെ ഫൈ എന്ന് പറയുന്നത് എന്താണ്? ഫൈ ഈസ് ദ ഫേസ് കോൺസ്റ്റൻറ്റ്. അതായത് ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ പൊസിഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഫൈ. അപ്പോൾ ഇനി അടുത്ത ഇക്വേഷൻ വെലോസിറ്റിയുടേതാണ്. വെലോസിറ്റി v = dx/dt. dx/dt എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ v = ω a cos ωt + 5. ഇനി അടുത്തത് ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. ആക്സിലറേഷൻ എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിയാണ്. അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ d²x/dt², ദാറ്റ് ഈസ് ഈക്വൽ ടു -ω²x. ഈ ടൈം പീരീഡ് t കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 2π/ω. അതുപോലെ ഫോർ മാസ് സ്പ്രിംഗ് സിസ്റ്റം, അതായത് നമ്മുടെ പെൻഡുലം അല്ലാതെ മാസ് സ്പ്രിംഗ് സിസ്റ്റം വിത്ത് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് k ആൻഡ് മാസ് m, ഒമേഗ കണ്ടുപിടിക്കുന്നത് √k/m. k ഈസ് ദ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്, m ഈസ് ദ മാസ്. അതേപോലെ അവിടെ പീരീഡ് t കണ്ടുപിടിക്കുന്നത് 2π√m/k. ഇനി അടുത്തത് എനർജി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. ഈ ടോട്ടൽ ഈസ് ഈക്വൽ ടു ½ ka², ദാറ്റ് ഈസ് ഈക്വൽ ടു ½ mω²a². അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ?
ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോബ്ലംസും ക്വസ്റ്റ്യൻസും ഒക്കെയാണ്. ഇതെല്ലാം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ബാക്കി കോമ്പറ്റേറ്റീവ് എക്സാംസിനുള്ള ക്വസ്റ്റ്യൻസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കിക്കേ. എ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് റെപ്രസെൻറ്റഡ് ബൈ x ഈസ് ഈക്വൽ ടു 10 sin 20t പ്ലസ് 0.5. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? അതായത് ഇവിടെ എന്താ തന്നേക്കുന്നത്? x ഈസ് ഈക്വൽ ടു എന്നും പറഞ്ഞ് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ പഠിച്ചല്ലേ ഇതുപോലെ ഇരിക്കുന്നത്. ഏതായിരുന്നു അത്? എക്സ് ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചു. അപ്പോൾ അതുപോലെ അല്ലേ ഈ ഇക്വേഷൻ ഇരിക്കുന്നത്? ആ ഇക്വേഷൻ്റെ സ്ഥാനത്ത് ഓരോന്നിട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഓരോന്നിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു 10 സൈൻ, അതായത് സൈന് മുമ്പ് ആരാണ്? എ സൈൻ എന്നല്ലേ പറയുന്നത്. അപ്പം ആംപ്ലിറ്റ്യൂഡ് 10 ആണെന്ന് നമുക്ക് അവിടെ നിന്ന് കിട്ടി. അതുപോലെ ഒമേഗ ടിയുടെ സ്ഥാനത്ത് ഇവിടെ എന്ത് കിടക്കുന്നു? 20t. അപ്പോൾ ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസി എത്രയാണെന്ന് നമുക്ക് കിട്ടി? 20 ആണെന്ന് നമുക്ക് കിട്ടി. പ്ലസ് 5ക്ക് പകരം ഇവിടെ എന്ത് കിടക്കുന്നു? 0.5. അതായത് ഫേസ് കോൺസ്റ്റൻറ്റ് 0.5 ആണെന്നും നമുക്ക് കിട്ടി. അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ ഏതാണ് ശരി? എല്ലാം ശരിയാണല്ലേ. ആംഗുലാർ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 20 റേഡിയൻ പെർ സെക്കൻഡ്, അത് കറക്റ്റ്. ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π/20 സെക്കൻഡ്സ്. അതെങ്ങനെയാണ് കിട്ടുന്നത്? ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ അറിയത്തില്ലേ? ടൈം പീരീഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 2π/ω, അതായത് 2π/20. അതും കറക്റ്റ്. അടുത്ത എന്താണ്? ആംപ്ലിറ്റ്യൂഡ് എയുടെ സ്ഥാനത്ത് ഇവിടെ 10 അല്ലേ കിടക്കുന്നത്, അതുകൊണ്ട് 10, അതും കറക്റ്റ്. അപ്പം ഓൾ ഓഫ് ദ എബോവ് ആർ കറക്റ്റ്. അടുത്ത ചോദ്യം, ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഡാഷ്. അപ്പോൾ നമ്മൾ എന്തറിഞ്ഞിരിക്കണം ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ? ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? 2π/ω, ജനറൽ ആയിട്ടുള്ള ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ളത്. അതുപോലെ മാസ് സ്പ്രിംഗ് സിസ്റ്റത്തിൻ്റെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? T ഈസ് ഈക്വൽ ടു 2π√m/k. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരാളുണ്ട്, സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസിൽ എങ്ങനെയാണ് ടൈം പീരീഡ്? T ഈസ് ഈക്വൽ ടു 2π√L/g ആണ്. അതൊന്ന് ആഡ് ചെയ്തോളണേ. പിന്നെ അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഓപ്ഷന് കൊടുത്തേക്കുന്നത്? ആംപ്ലിറ്റ്യൂഡ്, എനർജി, മാസ് ഓഫ് ദ ബോഡി, ഓൾ ഓഫ് ദ എബോവ്. ഇതിലേതാടെ കറക്റ്റ്? ആംപ്ലിറ്റ്യൂഡ് എവിടെയെങ്കിലും വരുന്നുണ്ടോ ഇക്വേഷനിൽ? ഇല്ല. എനർജി എവിടെയെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. മാസ് ഓഫ് ദ ബോഡി പക്ഷെ വരുന്നുണ്ടല്ലേ. T ഈസ് ഈക്വൽ ടു 2π√m/k. അതിൽ m ആരാണ്? മാസ്സാണ്. അപ്പോൾ ഇവിടെ ഉത്തരം മാസ് ഓഫ് ദ ബോഡിയാണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് വേരിയബിൾസ് ഹാസ് 0 വാല്യൂ അറ്റ് ദ എക്സ്ട്രീം പൊസിഷൻ ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ? അതായത് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ എക്സ്ട്രീം പൊസിഷനിൽ 0 വാല്യൂ ഉള്ളത് ആർക്കൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഓപ്ഷൻ തന്നേക്കുന്നത്? ഓപ്ഷനൊന്നും വായിക്കേണ്ട, നമുക്ക് കൺഫ്യൂസ്ഡ് ആവും. നമുക്ക് പറയാം. എക്സ്ട്രീം പൊസിഷനിൽ ആരൊക്കെയായിരുന്നടെ മാക്സിമം? ഡിസ്പ്ലേസ്മെൻറ്റും ആക്സിലറേഷനും ആയിരുന്നു മാക്സിമം. അവിടെ ആരായിരുന്നു 0? വെലോസിറ്റി. അപ്പോൾ ഉത്തരം ഏതാ? വെലോസിറ്റിയാണ് എക്സ്ട്രീം പൊസിഷനിൽ 0. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ പാർട്ടിക്കിൾ ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഹാസ് ദ ഇക്വേഷൻ x ഈസ് ഈക്വൽ ടു 5 sin 10t പ്ലസ് π/4. സ്ക്രീനൊന്നും കണ്ടാരും പേടിക്കരുത്, ഈ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആദ്യമേ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. വാട്ട് ആർ ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ്, ആംഗുലാർ ഫ്രീക്വൻസി ആൻഡ് ടൈം പീരീഡ്? അപ്പോൾ ഈ ഇക്വേഷൻ എന്തിൻ്റെ ഇക്വേഷനാണ്? ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? ആംപ്ലിറ്റ്യൂഡ് എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം, ആംഗുലാർ ഫ്രീക്വൻസി എത്രയാണെന്ന് അറിയണം, പിന്നെ എന്താണ് ടൈം പീരീഡ് എത്രയാണെന്ന് അറിയണം. ഇതെല്ലാം എന്താണ്? ഈ ഇക്വേഷനിൽ തന്നെ കിടക്കുന്ന ഓരോ വാല്യൂസാണ് അല്ലേ. അതിന് നമ്മൾ എന്തറിഞ്ഞിരിക്കണം? ആ ഇക്വേഷൻ കറക്റ്റ് അറിഞ്ഞിരിക്കണം. എന്താണ് ഇക്വേഷൻ? x ഈസ് ഈക്വൽ ടു a sin ω/t പ്ലസ് 5. അതിൽ ഓരോ ടേംസും എന്താണെന്നും കൂടെ അറിഞ്ഞിരിക്കണം. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് a ആണ്, അതേപോലെ ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒമേഗയാണ്, ടൈം പീരീഡ് എന്ന് പറയുന്നത് t ആണ്. അതുപോലെ ടൈം പീരീഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്നും കൂടെ അറിയണം. കാരണം എന്താണ്? ടൈം പീരീഡ് കറക്റ്റ് അങ്ങ് തന്നിട്ടില്ല, t എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ടൈം പീരീഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 2π/ω. ഒമേഗ കണ്ടുപിടിച്ചാൽ ഒമേഗ എത്രയാണെന്ന് അറിഞ്ഞാൽ നമുക്ക് 2π ആ നമ്പർ ഇട്ട് കൊടുത്താൽ മതിയല്ലോ.
അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇക്വേഷനിൽ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ എയുടെ സ്ഥാനത്ത് ഏത് വാല്യൂ ആണ് കിടക്കുന്നത്? 5. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് 5 ആണെന്ന് നമുക്ക് കിട്ടി. അതുപോലെ ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗയുടെ സ്ഥാനത്ത് ആരാ കിടക്കുന്നത്? 10 ആണ്. അപ്പോൾ ആംഗുലാർ ഫ്രീക്വൻസി 10 ആണെന്ന് കിട്ടി. അതേപോലെ ഇനി ആരെ കണ്ടുപിടിക്കേണ്ടത്? ടൈം പീരീഡ്. ടൈം പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 2π/ω. അപ്പോൾ ഇവിടെ 2π/10. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിരുന്നു. അപ്പോൾ ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യും. എല്ലാ ക്വസ്റ്റ്യൻസും സിമ്പിൾ ഹാർമോണിക് മോഷന് നമ്മൾ അടുത്ത പാർട്ടിൽ കവർ ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ സിമ്പിൾ ഹാർമോണിക് മോഷനെ കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഇതേ ടോപ്പിക്കിൽ നിന്നുള്ള കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഷോർട്ട് ക്വസ്റ്റ്യൻസും ആയിരിക്കും. വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകുമെന്ന് വെച്ചിട്ടാണ് ഞാൻ അടുത്ത പാർട്ടായിട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ സജഷൻസും ഡൗട്ടും ഒക്കെ കമൻ്റായിട്ട് ഇടുക കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.